ഇലക്ട്രോണിക്സ് എനിവെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ഡിജിറ്റൽ റേഡിയോ ആണ്. കണ്ടോ, ഒരു പാനസോണിക്കിൻ്റെ ഡിജിറ്റൽ റേഡിയോ ആണ്. ഒത്തിരി ബാൻഡൊക്കെ കിട്ടുന്ന ഒരു റേഡിയോ ആണ്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം, ഇതെന്താണ് പ്രശ്നം എന്ന് അഴിച്ചിട്ട് കൃത്യമായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് സ്ക്രൂ ഓരോന്നായിട്ട് അഴിക്കാം. ഒത്തിരി സ്ക്രൂ ഉണ്ട്, അപ്പോൾ അത് നമ്മൾ സൂക്ഷിച്ച് വെക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിൻ്റെ സ്ക്രൂ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. അതാണ് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞത്. എപ്പോഴും അഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഏത് സൈഡിലാണ് ഏത് സ്ക്രൂ എന്നുള്ളത് നമ്മൾ ഓർത്തോണം. അപ്പോൾ പലയിടത്തും പല ഈ കമ്പനി സെറ്റിൻ്റെയൊക്കെ അതാണ് പ്രത്യേകത, വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മുടെ ഓർമ്മയിലൊന്ന് വെച്ചേക്കണം. ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ നമ്മളൊരു പേപ്പറിനകത്തോട്ട് എഴുതി ഇടുക. ഇപ്പം മൊബൈലുള്ളതുകൊണ്ട് കുഴപ്പമില്ല, കാരണം മൊബൈൽ വെച്ച് ഫോട്ടോ എടുത്താലും ആ സ്ക്രൂവിൻ്റെ നീളം ഇന്ന സ്ഥലത്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഓർക്കാൻ പറ്റും. ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, അവിടെ ഒഴിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പയ്യെ പൊക്കി നോക്കാം. അപ്പോൾ ഇതാണ് സംഭവം. എല്ലാ അസംബ്ലി കമ്പോണൻറ്റുകളാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്തൊന്ന് കണക്ഷൻ കൊടുത്തിട്ട് ഇതൊന്ന് ഓണാക്കി നോക്കണം, വർക്കിംഗ് ആണോ ഇല്ലയോ എന്നുള്ളത് പ്രത്യേകമായിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മളിത് അഴിച്ചിട്ടുണ്ട്. അപ്പം ഇതിന് കണക്ഷനും കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം, അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കണ്ടീഷൻ എന്നറിയണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ റേഡിയോ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ LED ചെറിയ രീതിയിൽ കത്തുന്നുണ്ട്. സ്പീക്കർ സൗണ്ടൊന്നും വലുതായിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ LCDയിലും വലുതായിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പം അത് മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് വർഷങ്ങൾ പഴക്കമുള്ളതുകൊണ്ട് തന്നെ ഇത് SMD കമ്പോണൻ്റാണ്. ഇതിനകത്ത് കുറേ ഉപയോഗിച്ചിരിക്കുന്നത് ട്രാൻസിസ്റ്ററും കപ്പാസിറ്റർ റെസിസ്റ്ററൊക്കെ. അപ്പം ഇതെല്ലാം സോൾഡറിങ് പൊടിഞ്ഞ് കാണും. അപ്പോൾ ഇത് നമുക്ക് മെയിനായിട്ട് ഇതെല്ലാം ഒന്ന് സോൾഡർ ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ ബോർഡൊക്കെ ഒന്ന് നല്ലപോലെ ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ സോൾഡറിങ് ഒക്കെ ഒന്നുകൂടെ പല സ്ഥലത്തും ചെയ്യാനുണ്ട്, അതെല്ലാം സോൾഡർ ചെയ്യുക. പിന്നെ ഇതിൻ്റെ കണക്ടറുണ്ട്, ആ കേബിള് മറ്റേ റിബൺ കേബിള് വരുന്ന അവിടെയും നമ്മൾ അതിൻ്റെ കണക്ടറൊക്കെ നല്ല രീതിയിലൊന്ന് വൃത്തിയാക്കി രണ്ടാമതൊന്ന് സെറ്റ് ചെയ്യുക. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ റേഡിയോ ഏകദേശം ശരിയാകും. അതിനുശേഷം നമുക്ക് നോക്കിയാൽ മാത്രം മതി, കാരണം മറ്റു പ്രശ്നങ്ങളുണ്ടോ, ICകളിൽ എന്തെങ്കിലും വിഷയമുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്കിത് അഴിച്ചിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്ത് ഈ പറഞ്ഞ പോലെ എല്ലാം ഒന്ന് നല്ല രീതിയിലൊന്ന് സോൾഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ കണക്ടറൊക്കെ ഉണ്ടല്ലേ, അപ്പോൾ അവിടെയൊക്കെ പ്രശ്നമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക. ഈ IC ആണ് നമ്മുടെ റേഡിയോയുടെ AM-ൻ്റെയും അതുപോലെ തന്നെ FM-ൻ്റെ IF ഒക്കെ. FM-ൻ്റെ ഫ്രണ്ട് എൻഡ് അത് പ്രത്യേകം IC ഉണ്ട്, അതൊരു 9 കാലുള്ള IC ആണ്. പിന്നെ ആ കാണുന്നതാണ് നമ്മുടെ ഓഡിയോ IC. അതും ഈ പറഞ്ഞ പോലെ 9 കാലാണ്. വളരെ നല്ല പെർഫോമൻസ് ഉള്ള ഒരു റേഡിയോ ആണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് നെറ്റിലൊക്കെ അടിച്ച് നോക്കിയാൽ ഈ റേഡിയോയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ കിട്ടും. നല്ല റേഡിയോ ആണ്. ഓക്കെ, നമുക്കത് നോക്കാം. ഈ വശമൊക്കെ നല്ല രീതിയിൽ സോൾഡർ ചെയ്യണം. പലയിടത്തും സോൾഡറിങ് ഒക്കെ അത്ര ബെറ്റർ അല്ലാതെ നിൽപ്പുണ്ട്. അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ സോൾഡർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കുണ്ട് ഐസിലെ കാലും മറ്റുള്ള സ്ഥലങ്ങളുമൊക്കെ ഒരുവിധം വൃത്തിയായി സോൾഡർ ചെയ്ത് എല്ലാം ക്ലീനാക്കി കഴിയുമ്പോൾ തന്നെ നമ്മുടെ റേഡിയോ എനിക്ക് തോന്നുന്നു വർക്കായിക്കോളും. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നല്ല രീതിയിൽ നമുക്കിത് സോൾഡർ ചെയ്യണം. ഇച്ചിരി ഫ്ലെക്സൊക്കെ തേച്ച് നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് സോൾഡർ ചെയ്യാം. അപ്പോൾ സോൾഡറിങ് നമുക്ക് ആരംഭിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് സംശയം തോന്നിയ സ്ഥലങ്ങളെല്ലാം നമ്മളൊന്നുകൂടെ വൃത്തിയായിട്ട് സോൾഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മൾ രണ്ടാമത് ഒന്ന് ക്ലീൻ ചെയ്തു, അത് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് എല്ലാം വെച്ചിട്ട് നമുക്കിത് ഓണാക്കി നോക്കാം. കൃത്യമായി നമുക്കിത് പിടിപ്പിച്ചിട്ട് ഓണാക്കി നോക്കണം ഇതെങ്ങനെയുണ്ട് വർക്കിംഗ് എന്നുള്ളത്.
ഇതിൻ്റെ മറ്റൊരു കാര്യം പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സൈഡ് എന്ന് പറയുന്നത് ഇതിനകത്തൊരു വേരിയബിൾ ഫ്രീക്വൻസി ഓസിലേറ്റർ ഉണ്ട്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യുന്ന ഈ സൈഡാണ്. പിന്നുള്ള എല്ലാം സാധാരണ റേഡിയോയിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് ICയും മറ്റു കാര്യങ്ങളാണ്. നല്ല പെർഫോമൻസ് ഉള്ള ഒരു റേഡിയോ ആണ്. അപ്പോൾ ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഓക്കെ ഉണ്ടോ? ഓക്കെ, അപ്പം റേഡിയോ നല്ല ഭംഗിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഇതിനകത്ത് സെപ്പറേറ്റ് സാധനങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും മാറ്റേണ്ടി വന്നില്ല. കാരണം ഇത് കറക്റ്റ് ആ കണക്ടറൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കഴിയുമ്പോൾ തന്നെ ശരിയായിട്ടുണ്ട്. കണക്ടറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അതുമല്ല നമ്മുടെ SMD കമ്പോണൻറ്റ് അത് നല്ല ക്ലിയർ ആയിട്ടൊക്കെ ഒന്ന് സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് മിക്കവാറും ഉള്ള കേസുകളിലെല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ വളരെ പോവുകയാണെങ്കിൽ വളരെ റെയറായിട്ട് വല്ല അതിൻ്റെ റെഗുലേറ്റർ ICയോ മറ്റെന്തെങ്കിലുമൊക്കെ പോകത്തുള്ളൂ. കാരണം അത്രയ്ക്ക് പെർഫെക്റ്റായിട്ടാണ് അതിൻ്റെ ഡിസൈനിങ്. ഓക്കെ, മറ്റ് ബാൻഡൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് ഒന്ന് പറയാനായിട്ട് മറ്റ് ബാൻഡുകളിൽ വേണമെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാം. അതുകൂടെ നിങ്ങൾ കാണിച്ചു തരാം. ഇത് AM ആണ്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് മിക്കവാറും സ്റ്റേഷനൊന്നും കിട്ടത്തില്ല. കാരണം ഇപ്പം ഏകദേശം 1 മണിയോളം ആയിട്ടുണ്ട് രാത്രി. FM എപ്പോഴും പരിപാടികളുണ്ട്, കുഴപ്പമില്ല. അത് നമുക്ക് ഷോർട്ട് വേവിൽ നോക്കാം. ഷോർട്ട് വേവ് ആണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.